കർത്താവിന് നന്ദി. ഞാൻ പാലക്കാട് ഒറ്റപ്പാലത്ത് നിന്ന് വരുന്നു. എൻ്റെ പേര് ഹേമലത. ഞാൻ ഹിന്ദു മതത്തിൽ ജനിച്ച ആളാണ്. എനിക്ക് 5 മക്കളാണുള്ളത്, 5 പെൺമക്കൾ. ഞാനിവിടെ ഇടയായ കാര്യം, ഇപ്പം ഞാൻ ദൈവത്തിൽ എനിക്ക് ബൈബിൾ എന്താണെന്നോ വചനം എന്താണെന്നോ ഒന്നും തന്നെ അറിയില്ല. പക്ഷെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് യേശു എന്നൊരു നാമത്തിൽ ആരോ പറഞ്ഞ് കേട്ടൊരു മനസ്സിൽ തറഞ്ഞൊരു വിശ്വാസം നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയില്ലായിരുന്നു. ബൈബിള് നോക്കിയാലും അതിലെ വചനം വായിച്ചാലും അതിൻ്റെ അർത്ഥങ്ങളോ അല്ലെങ്കിൽ എന്താണത് എന്നൊന്നും എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാനിവിടെ വരാനുണ്ടായ ഒരു കാരണം, എൻ്റെ 4ാമത്തെ മകൾ നിമിഷ എന്നാണ് പേര്. അവൾക്ക് മെഡിക്കൽ സയൻസിന് ഡോക്ടറാകണം എന്നായിരുന്നു ചെറുപ്പം മുതലുള്ളൊരാഗ്രഹം. അപ്പോൾ +2 കഴിഞ്ഞു. അവൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് കോച്ചിങ് സെൻറ്ററിൽ അഡ്മിഷൻ എടുക്കാനായിട്ട്, അതായത് സാമ്പത്തികമായിട്ട് വളരെ ലോ ഫാമിലിയാണ് ഞങ്ങൾ. ചെറിയൊരു ഫാൻസി കട, അതിൽ ഈ ഗ്യാരണ്ടി ആഭരണങ്ങൾ വീടുകളിൽ ഓർഡർ പിടിച്ച് കൊണ്ട് കൊടുക്കുക. വാടക വീടാണ്, സ്വന്തമായിട്ടൊരിത്തിരി സ്ഥലമോ സ്വന്തമായിട്ടൊരു വീടോ ഇല്ലാതെ 5 മക്കളെയും ഞാൻ മൂത്ത മോളെ ഫാർമസിസ്റ്റാക്കി, 2ാമത്തെ മോളെ MBA കഴിഞ്ഞു, 3ാമത്തെ മോൾ BTech കഴിഞ്ഞു, 4ാമത്തെ മോളാണ് നിമിഷ. അവൾക്ക് MBBS എടുക്കണമെന്ന ആഗ്രഹം. സാമ്പത്തികമായി കഴിവില്ല, മക്കളെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹം. അപ്പോൾ കുറച്ച് ചെറിയ ലോൺ എടുത്തും ഓരോരുത്തരുടെ അടുത്തുനിന്നും പലിശയ്ക്ക് കടം വാങ്ങിയും പൈസ പിരിച്ചും അങ്ങനെ ഞാൻ അവളെ ഒരു കോച്ചിങ് സെൻറ്ററിൽ കൊണ്ടാക്കി. നല്ല ഉഷാറോട് പഠിക്കുകയായിരുന്നു. ആദ്യമൊക്കെ നല്ല ക്ലാസ്സായിരുന്നു. പിന്നെ കുറച്ച് 1 മാസം 2 മാസം കഴിയുമ്പോഴത്തേക്കും അവളുടെ മട്ട് മാറി. അവൾ സാധാരണ ഒരു മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച് വളർന്നൊരു കുട്ടിയാണ്. അവരേച്ച് നല്ല മാർക്കുണ്ട്. പക്ഷേ എങ്കിലും ബേസിക്കായിട്ട് എനിക്ക് നല്ലൊരു ഇംഗ്ലീഷ് സ്റ്റഡിയൊന്നും കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അവൾ പഠിച്ച സ്കൂളിലൊക്കെ ഫസ്റ്റായിരുന്നു. ആ ഒരു ഇത് വെച്ചിട്ടാണ് അവളുടെ ആഗ്രഹം. ദൈവം സാധിപ്പിക്കുമെങ്കിൽ, അവൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. അതൊരു പൈസയുടെ കാര്യത്തിൽ നമ്മുടെ സാമ്പത്തികത്തിൻ്റെ പേരിൽ അത് ഇല്ലാതാവണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ അതിനെ തുനിഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ പൈസ കടം വാങ്ങിയ പിരിവെടുത്തും ഞാൻ അവളെ മെഡിക്കൽ കോച്ചിങ് പഠിക്കാനായിട്ട് സെൻറ്ററിൽ കൊണ്ടാക്കി. 1 മാസം 2 മാസം കഴിയുമ്പോഴത്തേക്ക് അവളുടെ മട്ട് മാറി. തിരിച്ചു വരണം, എനിക്ക് അവിടെ പഠിക്കാൻ പറ്റുന്നില്ല അമ്മ, ഞാൻ പഠിക്കാം പക്ഷേ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഹോസ്റ്റലിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് തീരെ യാതൊരു നിവൃത്തിയില്ല. എൻ്റെ ഒപ്പം പഠിക്കുന്നവർ മുഴുവൻ നല്ല ടോപ്പായി പഠിക്കുന്നവരും അവർക്ക് നല്ല ബേസിക്കുള്ളവരും BDSന് കിട്ടിയവരും ആയുർവേദത്തിന് കിട്ടിയവരൊക്കെയാണ് ഒപ്പമുള്ളത്. അവർക്കൊപ്പം എനിക്ക് പഞ്ഞെത്താൻ പറ്റുന്നില്ല, പഠിച്ച് മുന്നോട്ട് പോകണില്ല എന്നുള്ള ഒരേ സങ്കടമായി. ആൾ ടയേർഡായി, കരച്ചിലായി. ദൈവമേ, ഞാൻ എന്താ ചെയ്യുക? എനിക്ക് വല്ലാത്തൊരവസ്ഥയിലായി. ഞാൻ ഈ കടം വാങ്ങിയ കാശ് ഒരടവ് പോലും തിരിച്ചു കൊടുക്കാത്ത മുമ്പ് തിരിച്ച് മോൾ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? അവളൊന്നും പറഞ്ഞില്ല, എൻ്റെ മോൾ പഠിക്കാൻ വയ്യെങ്കിലേ നീ വന്നോ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടമായിരിക്കുന്ന സമയത്താണ് അവളുടെ കൂട്ടുകാരി എന്നെ, സൂര്യ എന്നാണ് ആ കുട്ടിയുടെ പേര് പറയുക, അവളുടെ അമ്മ എറണാകുളത്താണ് അവരുടെ വീട്. അപ്പോൾ അവരെന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, ആ കുട്ടി ഏകദേശം ഇതേ ഒരു മട്ടിലായിരുന്നു. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഹേമലത, എന്നെ പോലെ ഈ ആലപ്പുഴ കലവൂർ എന്നൊരു സ്ഥലത്ത് കൃപാസനം എന്നുള്ളൊരു ആരാധന കേന്ദ്രമുണ്ട്. പിന്നെ ആരോ പറയാനായിട്ടാണ്, എൻ്റെ അമ്മയ്ക്കൊരു പത്രം കിട്ടിയിട്ടുണ്ട്, നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം, അവിടെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടെന്ന് എല്ലാവരും പറയാനായിട്ടുണ്ട്, നമുക്കൊന്ന് ആശ്രയിക്കാൻ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കേട്ടപ്പോൾ എനിക്ക് എവിടുന്നോ ഒരു ഉൾവിളി കിട്ടിയതുപോലെ, അതാണ് ശരി, അവിടെ എത്തണം എന്നുള്ളതായി. ഞാൻ പിന്നെ ഏട്ടനോട് പറഞ്ഞേട്ടാ, എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ആ കലവൂർ എവിടെയാണ് ആ സ്ഥലം ഉള്ളത്, എവിടെയാണ് ആ ആരാധന കേന്ദ്രം ഉള്ളത്, എനിക്ക് അവിടെ എത്തിയേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ അന്വേഷിച്ച് ഇവിടെ എത്തി. അന്ന് തന്നെ ഞാൻ കൗൺസിലിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മ മാതാവിൻ്റെ മാറോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അമ്മ മാതാവിൻ്റെ മാറോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ശരിക്കും അമ്മയെ കണ്ടു എന്ന് മാത്രമല്ല, എൻ്റെ സങ്കടം അവിടെ തീർന്നു, എൻ്റെ കഷ്ടങ്ങളെല്ലാം അവിടെ തീർന്നതുപോലൊരു ഫീലായിരുന്നു എനിക്ക്. ഞാൻ ഉടമ്പടി എടുത്ത് എൻ്റെ 5 മക്കളുടെ കാര്യങ്ങളും വീടില്ലായ്മയും കടബാധ്യതകളും എല്ലാം 6 കോളത്തിൽ എഴുതി മാതാവിനോട് തിരുസഭയിൽ വന്ന് ആവശ്യപ്പെടലും കഴിഞ്ഞത്. ഞാനിവിടെ പറയുന്നത്, നമ്മൾ ഈ 6 കോളങ്ങളിൽ ആവശ്യപ്പെടുമ്പോൾ ഈ ആവശ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല അമ്മ നമുക്ക് സാധിച്ചു തരുന്നത്. ആവശ്യപ്പെടാത്ത, നമ്മൾ പറയാൻ മറന്നുപോയ പല കാര്യങ്ങളും, അമ്മ അറിയുന്ന കാര്യങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടും. കാരണം ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ, ഞാൻ വിട്ടുപോയത് എൻ്റെ മക്കളുടെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ എൻ്റെ 2 കാലിൽ ഈ വട്ടത്തിൽ ഒരു ചൊറിച്ചിലും പഴുപ്പും ഉണ്ടായിരുന്നു. 3-3.5 വർഷമായി ഞാൻ അതിന് സ്റ്റിറോയിഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ആഴ്ചയിൽ 1 ആഴ്ച 2 ആഴ്ച ഇടവിട്ട് എനിക്ക് ഗുളികകൾ കഴിക്കണം.
അപ്പോൾ പലരും പറയും ഈ സ്റ്റിറോയിഡ് ഇങ്ങനെ കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകും. കിഡ്നി അടിച്ചു പോകുമ്പോൾ പോട്ടെ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അസുഖം നിലനിന്ന മക്കൾ ജീവിപ്പിക്കണ്ടേ, മക്കളെ പുലർത്തണ്ടേ. അപ്പോൾ അങ്ങനെ ഒരാഴ്ച ഗുളിക നിർത്തിയാൽ വീണ്ടും ആ ചൊറിച്ചിൽ വരും. ഈ 2 വശവും പിടിച്ചമർത്തിയാൽ ഇങ്ങനെ പഴുപ്പ് വരും. അത്രയും വലിയൊരു അസുഖം കാലിൽ വെച്ചുകൊണ്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. പക്ഷേ ഇത്രയും കാര്യങ്ങളും ആവശ്യങ്ങളും മക്കളുടെ ആവശ്യങ്ങളും കുടുംബത്തിലെ ആവശ്യങ്ങളും ഞാനിവിടെ അവതരിപ്പിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കാര്യം ഞാൻ പറയാനോ എൻ്റെ കാര്യം ആവശ്യപ്പെടാനോ എൻ്റെ കാര്യം ഞാൻ എഴുതാനോ മറന്നുപോയി എന്നാണ് സത്യം. ഞാൻ ഇവിടുന്ന് പോയി ഒരു 10 ദിവസത്തിനുള്ളിൽ അല്ല ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഒരു 11 മണിയാണ് സമയത്ത് എൻ്റെ കാലിന് ചൊറിച്ചിൽ തുടങ്ങി. കാലിന് ചൊറിച്ചിൽ തുടങ്ങാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുഴുക്കൽ ഇങ്ങനെ അരിക്കണ മാതിരി നമുക്ക് കാണുന്നില്ലെന്നേ ഉള്ളൂ. വായി വിട്ട് കരഞ്ഞു പോകുക, തലയ്ക്ക് പിടിക്കുക അങ്ങനെ ചൊറിച്ചിൽ. ഓ ദൈവമേ, എന്താ ചെയ്യുക മാതാവേ. എനിക്കന്ന് നേരെ ഈ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ആ ബുക്ക് തന്ന ആ പ്രാർത്ഥനയും അത് മാത്രമേ എനിക്കറിയുള്ളൂ. ബൈബിൾ ഇങ്ങനെ 2 വചനങ്ങൾ വായിക്കും, അതിൻ്റെ അർത്ഥങ്ങളൊന്നും അറിയില്ല, വായിക്കും. പക്ഷെ ആ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യും. ഇവിടുന്ന് എന്താണോ ഉടമ്പടിയിൽ പറഞ്ഞത് അതുപോലെ ഞാൻ ചെയ്യും. പക്ഷെ അമ്മ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കയ്യിൽ അന്ന് മരുന്നായിട്ടുണ്ടായിരുന്നത് വെഞ്ചരിച്ച തൈലും ഉപ്പും മാത്രമായിരുന്നു. അത് 2 കയ്യിലും എടുത്തിട്ട് അങ്ങോട്ട് തേച്ച് 2 കാലിലും തേച്ച് അങ്ങ് കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് അങ്ങനെ വല്ലാത്തൊരു മയക്കം വന്നു. ആ ചൊറിച്ചിലൊക്കെ സമാധാനം കിട്ടിയൊന്നും എനിക്കറിയില്ല. ഞാൻ ഉറങ്ങിപ്പോയി നേരം വെളുത്ത് എഴുന്നേൽക്കുന്ന സമയത്ത് ഈ പുണ്ണിൻ്റെ ഈ ഉണ്ടായിരുന്ന കാലിൽ എൻ്റെ അനുഭവത്തിൽ വെറും പാട് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. വെറുതെ ഒരു കളറ്, വെറുതെ എനിക്കിങ്ങനെ പറഞ്ഞാൽ പോലെ 1000 സഭയിൽ എനിക്ക് ഈ കാര്യം പറയണം. വെറും ഒരു ലൈറ്റ് മെറൂൺ കളർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അത്ഭുതപ്പെട്ടു പോയി ഞാൻ. അത് എൻ്റെ കാലിൽ അതാ മാറിയിരിക്കണം കേട്ടോ. ഒരു മരുന്നും തേക്കാതെ എനിക്ക് വേറെ സോപ്പ് ഓയിൽമെൻറ്റ് ആഴ്ചയിൽ സോപ്പിനും ഓയിൽമെൻറ്റിന് തന്നെ 250 രൂപ വേണം. ഒരാഴ്ചക്ക് തികയില്ല. പൈസ ഇല്ലാതെ തന്നെ വാങ്ങാണ്ടിരിക്കും. ചൊറിച്ചിൽ സഹിക്കാൻ പറ്റാണ്ടാവുമ്പോഴാണ് പിന്നെയും വാങ്ങുക. അപ്പം മാറി പിറ്റേ ദിവസം അന്ന് രാത്രി ഇതുപോലെ കിടക്കുമ്പോൾ ഒരു വട്ടം കൂടി തേച്ചാൽ ഇന്ന് എൻ്റെ കാല് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എൻ്റെ കാല് ഒരു അടയാളം പോലും ഇല്ല, ഈ മെറൂൺ കളർ അടയാളം പോലും ഇല്ല. അങ്ങനെ ഞാൻ 6 ആവശ്യങ്ങളിൽ ആവശ്യപ്പെടാത്തൊരു വിഷയമാണ് ഇത്. ഞാൻ ഡിസംബർ 3-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. 3 മാസം തികയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് കൗൺസിലിംഗ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, നമ്മൾ ദൈവത്തെ വിശ്വസിച്ചാൽ, ദൈവത്തെ സ്നേഹിച്ചാൽ 3 മാസത്തിൻ്റെ ഉള്ളിൽ 6 കാര്യങ്ങളിൽ ഒന്നെങ്കിലും സാധിക്കുന്നു. ആ ഒന്നെങ്കിലും സാധിച്ച ഒരാളാണ് ഞാൻ. എന്ന് വെച്ചാൽ എൻ്റെ 5 മക്കളിൽ എനിക്ക് വലിയൊരു ദുഃഖം. എൻ്റെ മൂത്ത മകൾക്ക് കല്യാണം കഴിഞ്ഞ് 6 വർഷമായി. അവളൊരു ലവ് മാരേജ് ആയിരുന്നു, ഫാമിലിയിൽ തന്നെ. പക്ഷേ ലവ് മാരേജ് ആയിരുന്നു. അവളെ പഠിപ്പിച്ച് ഫാർമസിസ്റ്റാക്കി അവൾ ലവ് മാരേജ് ചെയ്തിട്ടാണ് പോയത്. എങ്കിലും അവൾക്ക് ആഗ്രഹിച്ചതുപോലെയോ അവൾ ഇഷ്ടപ്പെട്ടതുപോലെ ഒരു ലൈഫായിരുന്നില്ല കിട്ടിയത്. അവൻ ഫുൾ മദ്യപാനിയായിരുന്നു. ഭയങ്കര അടിയും തല്ലും പ്രശ്നങ്ങൾ. ഈ 6 വർഷം കണ്ണീര്. ലാസ്റ്റ് ഒരു കുഞ്ഞുണ്ട്, 5 വയസ്സായ ഒരു മോളും ഉണ്ട്. മോൾക്ക് അസുഖം വന്നാലോ അവൾക്ക് അസുഖം വന്നാലോ ഒന്ന് ഡോക്ടറെ കൊണ്ടുപോകാൻ ഒരു ചിലവിന് കൊടുക്കും. 100 രൂപ കൊടുത്താൽ വൈകുന്നേരം വന്നിട്ട് കടയിൽ പോയി എൻ്റെ ബാക്കി എവിടെ, അതെന്ത് ചെയ്തു എന്ന് ചോദിക്കും. കുട്ടികൾ ആവശ്യപ്പെട്ട ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുത്താൽ ഒരു പീടിയിലേക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയാൽ 100 രൂപ പറഞ്ഞാൽ അതിൻ്റെ കണക്ക് ചോദിക്കുമെന്ന്. അങ്ങനെയായിരുന്നു അവൻ്റെ സ്വഭാവം. ആ കണക്ക് ചോദിക്കുന്ന ജീവിതത്തിൽ എത്ര സുഖമുണ്ടെന്ന് നമുക്ക് ആലോചിച്ചാൽ കിട്ടും. അവസാനം മടുത്തു, തല്ലും അടിയും, പല്ലൊക്കെ കൊഴിഞ്ഞു പോയി, ഇവിടെയൊക്കെ അങ്ങനെ വീങ്ങി ഒരുപാട് പ്രശ്നങ്ങളായി ജീവിതം മടുത്തു. ഞങ്ങൾ ഡൈവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ച് അവൾ വീട്ടിൽ വന്ന് ഇരുന്ന് പിന്നെ ഒരു പരീക്ഷണം പോലെ അങ്ങോട്ട് വരിക അങ്ങനെയുള്ളൊരു അവസ്ഥയിലായിരുന്നു. പിന്നെ ഒരു ട്രിപ്പും കൂടെ കൊണ്ടാക്കി. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇങ്ങനെ ഒരു വിവരം കിട്ടിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മോളുടെ കാര്യത്തിനാണ് ഞാൻ ഇവിടെ വന്നതെന്ന്. ആ കാര്യത്തിന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ 6 ആവശ്യങ്ങൾ എഴുതിയത് ഒരാവശ്യം എൻ്റെ ഈ മൂത്ത മകളുടെ ഈ പ്രശ്നമായിരുന്നു. ദൈവമേ, അവൾ പല പ്രാവശ്യം ആത്മഹത്യ ചെയ്യാം. കുട്ടിയെ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ അവളുടെ കൈ ഇങ്ങനെ കൂട്ടിക്കെട്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നിട്ടും നേരം വെളുക്കുന്നവരെ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ പോയിരുന്നിട്ടും. കാരണം വീട്ടിൽ വന്ന് ഇരുന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, അമ്മയ്ക്കും അച്ഛനും പുലർത്താൻ പാടാണ്. പിന്നെ ചെറിയ കുട്ടിയാണ്, ഭർത്താവാണെങ്കിൽ ഇങ്ങനെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എന്നെ പോലും അറിയിക്കാതെ ഞാൻ പലപ്പോഴുമാണ് അറിയുന്നത്. അങ്ങനെ ആത്മഹത്യയ്ക്ക് വരെ ശ്രമിച്ചിട്ടിരിക്കുന്ന ഒരു ടൈമിലാണ് ഞാൻ അവളെ ഇനി പോണ്ട, നമുക്കുള്ളത് കുടിച്ചിട്ട് പിച്ചെടുത്തിട്ടാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കുക, ഇനി ഇങ്ങനെ തല്ലും അടിയും കൊള്ളാം, ഇനി വയ്യമ്മ, ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ, അമ്മ പേടിക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ജോലി ചെയ്ത് അമ്മയെ സപ്പോർട്ട് ചെയ്ത് ജീവിച്ചോളാം എന്നായി അവളെ. അങ്ങനെ ഞങ്ങൾ വേണ്ടാന്ന് വെക്കാൻ നിൽക്കുന്ന സമയത്താണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവളെ ഒരു ട്രിപ്പും കൂടെ കൊണ്ടാക്കി. ഉടമ്പടി എടുത്ത് ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് അവൻ്റെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. സത്യമായിട്ട് അവൻ്റെ മാറ്റങ്ങൾ എന്ന് വെച്ചാൽ ദൈവമക്കളെ നിങ്ങൾ വിശ്വസിക്കണം, ഒരു സംശയം വേണ്ട, അമ്മ നമ്മുടെ കൂടെ ഉണ്ടാവും. മാറ്റങ്ങളെന്ന് വെച്ചാൽ അവൻ കള്ളുകൂടി, ഡെയിലി കള്ളുകൂടി പറ്റങ്ങ് നിർത്തിയപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു.
പിന്നെ ഇല്ലേ ഭാര്യയ്ക്ക് ഐസ്ക്രീം വാങ്ങിയിട്ട് വരിക, തിന്നാൻ വാങ്ങിയിട്ട് വരിക, എന്താ വേണ്ടത് ചോദിക്കുക, ചുരിദാറിൻ്റെ കളറ് പറയുമ്പോൾ ആ കളറ് വാങ്ങിയിട്ട് വരിക. ഇപ്പം എന്താ പറയണമെന്നറിയോ, എൻ്റെ മോളും കൊച്ചും ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം മദ്യപിച്ചു. അത് സാത്താൻ്റെ ഇടപെടൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പ്രാവശ്യം മദ്യപിച്ചു. ഞാൻ എഴുതിയത് മദ്യപാനം നിൽക്കണമെന്നോ അല്ലെങ്കിൽ അവൾക്ക് കുറേ പൈസ കിട്ടണമെന്നോ സ്വന്തമായി എന്തെങ്കിലും വേണമെന്നോ അല്ല, അവൾക്ക് സമാധാനം കിട്ടണം. എനിക്ക് എൻ്റെ മോളെ പറ്റിയിട്ടുള്ള ആ വിഷമം തീർത്ത് തരണമെന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഇന്ന് എൻ്റെ മകൾ ഇവിടെ വന്നിട്ടുണ്ട്, പേരക്കുട്ടിയും വന്നിട്ടുണ്ട്. അവർ തമ്മിൽ ഭയങ്കര പ്രണയത്തിലാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അവർ ഇവിടെ വന്ന് അവൾക്ക് സാക്ഷ്യം പറഞ്ഞു, ഞാൻ പറയാം. അങ്ങനെ അമ്മ ആ ഒരു കാര്യം സാധിച്ച് എന്നെ സന്തോഷിപ്പിച്ചു. ഇന്ന് അവൾ ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര സന്തോഷത്തിൽ അവളിവിടെ ഉടമ്പടി എടുക്കാൻ അവിടെ കോയമ്പത്തൂരാണ് ജീവിക്കുന്നത്. അവിടെ അവൾ ദൈവവേല ചെയ്ത് അവളുടെ നാത്തോനും ഓരോരുത്തരും നമ്മുടെ കൃപാസനത്തിലേക്ക് വരാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഈ മെയ് 5-നാണ് മെഡിക്കൽ എൻട്രൻസ് എക്സാം വരുന്നത്. എക്സാമിന് ഒരുങ്ങിയിരിക്കുന്ന എൻ്റെ 4ാമത്തെ മകൾ നിമിഷയ്ക്ക് വേണ്ടി എല്ലാ മക്കളും ഒന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് പൈസ തൊട്ട് പഠിപ്പിക്കാൻ വഴിയില്ല, അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കൊരു വീടില്ല, പക്ഷേ എനിക്ക് പേടിയ ഭയമില്ല, എനിക്ക് എൻ്റെ അമ്മ കൂടെയുണ്ട്. അതുപോലെ എല്ലാവരും വിശ്വസിക്കുള്ളൂ. എന്നെ ഇത്രയും കടാക്ഷിച്ച, എന്നെ ഇത്രയും അനുഗ്രഹിച്ച അമ്മയ്ക്കും തിരുകുമാനവും 1000 കോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു.